ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും യൂണിക്കോൺ സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ VHSE ജൂനിയർ ഫിസിക്സിൻ്റെ 2006 നടത്തിയ PSC ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. സോ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 129/2006. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1 നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ നമ്മുടെ HST ഫിസിക്സിൻ്റെ സിലബസ് കുറച്ച് PG ലെവലായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചോ നിങ്ങൾ കാണുക. അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് PSC നടത്തിയിട്ടുള്ളത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ആണ്. ആ ഒരു മോഡലായിരിക്കും HST ഫിസിക്സിൻ്റെ എക്സാം വരിക. കുറച്ചു വളരെ ബേസിക് ആയിട്ടും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും എക്സാം വരിക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്വസ്റ്റ്യൻ പഠിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 2006 ക്വസ്റ്റ്യനിലും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ നമ്മൾ 20 ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ തുടങ്ങാൻ പോകുന്നത് 21 ക്വസ്റ്റ്യൻ മുതൽ 41 ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്യാൻ പോകുന്നത്. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം ഓഫ് എക്സ്റേ സ്കാറ്ററിംഗ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 degree വിത്ത് റേസ് ഓഫ് വേവ് ലെങ്ത് 2 Armstrong. The interplanar distance D is. So it's a direct question. If you know the Bragg's equation, substitute the values and obtain the answer. So here the values lambda is given as 2 Armstrong and theta is 30 degree and n is the first order spectrum is given. So n is equal to 1 and we know the equation D is equal to lambda by 2 sin theta. സോ ബ്രാഗ്സ് ഇക്വേഷൻ അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെയുള്ള ഒരു വാല്യൂസ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സൈൻ 30യുടെ വാല്യൂ അറിയണം. സൈൻ 30 ഈസ് 1/2. സോ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തന്നെ D ഈക്വൽ ടു 2 Armstrong തന്നെ കിട്ടും. ഓപ്ഷൻ A ഈസ് ദ ആൻസർ. സോ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ അറിയുന്നവർക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും അതുപോലെ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൂടാതെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫിസിക്സിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആൻസർ അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അതിൽ കിട്ടുന്നതാണ്. സോ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിലെ ടെലഗ്രാം ഗ്രൂപ്പോ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് HST ഫിസിക്സിന് പ്രിപ്പറേഷന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് കണക്റ്റിംഗ് ഫ്രീക്വൻസി ഓഫ് FM വേവ് ആൻഡ് ടൈം ഗീവ്സ്. സോ FM വേവും അതുപോലെ തന്നെ ടൈമുമുള്ള ഗ്രാഫിന് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസിക് അറിയാവുന്നെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഡീപ്പായിട്ടൊന്നും ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യനുമാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നാണ്. സോ ഇതിൽ നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്താണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ കാരിയർ വേവ് എന്താണെന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി പഠിക്കുന്നതാണ്. സോ ആ ഒരു കാര്യം കൂടി നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. Okay, so then coming to the next question, if the supply voltage to a AND gate is 5 volt and 2 inputs are 5 volt, the output will be. So AND gate ആണ് തന്നിട്ടുണ്ട്, ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 5 volt ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5ഉം 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് 5ഉം 2 ഇൻപുട്ട് 5 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഗേറ്റ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് വിൽ ബി, നമുക്ക് അധികം ചിന്തിക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ C 5 വോൾട്ട് ആണ്. സോ ആൻസർ C ഈസ് ദ 5 വോൾട്ട് ഈസ് ദ ആൻസർ. സോ ഞാൻ പറഞ്ഞു ഇതിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും കണ്ടിരുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തവണയും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയൻ ഇൻ പോളാർ ഫോം ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്.
A beta is equal to 1 less than means the angle is between 0 and 360 degree. അതായത് നമ്മൾ സർക്യൂട്ടിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ ആണ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എ ആണെന്നും പറയുകയാണെങ്കിൽ ഓസിലേഷൻസ് ക്യാൻ ബി സസ്റ്റെയിൻഡ് ഓൺലി വെൻ ദ ഫേസ് ഷിഫ്റ്റ് ഓഫ് ലൂപ്പ് ഗെയിൻ ഈസ് ലെസ് ദാൻ ആൽഫ ബീറ്റ. ആൽഫ ബീറ്റയുടെ പ്രൊഡക്റ്റിൻ്റെ കുറവായിരിക്കും അതിൻ്റെ ലൂപ്പ് ഗെയിൻ ഉണ്ടാവുക. സോ വിച്ച് ഷുഡ് ബി 0 ഓർ 2n പൈ. അതിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ 2n പൈ ആയിരിക്കും. 2n പൈയിൽ n എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര. സോ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ 0 അല്ലെങ്കിൽ 2n പൈ. 2n പൈ എന്ന് പറയുമ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 2 പൈ 360 ഡിഗ്രി എന്നാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. So coming to the next question, an amplifier has a voltage gain of 100. If 1% of the output is applied as a negative feedback, the percentage change in gain is. സോ ഇതും അതുപോലെ തന്നെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AVF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ AV, വേർ AV ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. സോ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്കും വിത്തൗട്ട് ഫീഡ്ബാക്കും ആണ് ഇതിൻ്റെ ഈ ഇക്വേഷനിലെ റിലേഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് 100 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്തൗട്ട് ഫീഡ്ബാക്ക് 100 ആണ്. അതുപോലെ ബീറ്റ 1%, അതായത് അതിൻ്റെ ഫീഡ്ബാക്ക് 1% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1% എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 1/100 നിന്ന് എഴുതാൻ പറ്റും. ഇനി ഈ വാല്യൂ, അതായത് ബീറ്റയുടെ വാല്യൂ 1/100 ആണെന്നും AVയുടെ വാല്യൂ 100 ആണെന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ഞാൻ പറഞ്ഞു, വിച്ച് ഇസ് ഈക്വൽ ടു AV ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ AV. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഈസ് 50 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഗെയിൻ എന്നാണ്. സോ 100 ആയിരുന്നു നമ്മുടെ വോൾട്ടേജ് ഗെയിൻ, നമുക്ക് 50 ആണ് വിത്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗെയിമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 50% ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ FET വെൻ ഗേറ്റ് ഈസ് റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് FETs നമുക്ക് പറയാൻ പറ്റുന്ന ഇറ്റ് ഇസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് നമുക്ക് പറയാം. FET അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ FETക്ക് റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് FETസിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. സോ ഇലക്ട്രോണിക്സ് നമ്മൾ ഒരു സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പം അങ്ങനെ തന്നെ പഠിക്കുക. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഐഡിയ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പഴയ വീഡിയോസ് നോക്കാവുന്നതാണ്. Then coming to the next question, in phase shift oscillator 180 degree phase difference is produced by. So ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 RC സർക്യൂട്ട് ആണെങ്കിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഉണ്ടാക്കുക. സോ അതുപോലെ തന്നെ 2 RC വിത്ത് 90 ഡിഗ്രി ഷിഫ്റ്റ് പ്രാക്ടിക്കലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ 2 ഫിക്സ്ഡ് RCയും 1 വാരിയബിൾ RCയും ആണ് ഒപ്റ്റിമം ആയിട്ട് ഉണ്ടാവുക. 2 ഫിക്സ്ഡ് RCയും അതുപോലെ തന്നെ 1 വേരിയബിൾ RCയും ആണ് സർക്യൂട്ടിൽ ഉണ്ടാവുക. 2 RC വിത്ത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രാക്ടിക്കലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഫിക്സ്ഡ് RCയും അതുപോലെ തന്നെ 1 വേരിയബിൾ RCയും ആണ് അതിലുണ്ടാവുക. സോ അതുപോലെ തന്നെ ഇനി 3 RC 1 നെറ്റ്വർക്ക് പ്രൊവൈഡ് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കിട്ടണമെങ്കിൽ 2 ഫിക്സ്ഡ് RCയും അതുപോലെ തന്നെ 1 വേരിയബിൾ RCയും കൂടി തേർഡ് മീൻസ് 3 RC നെറ്റ്വർക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 2 RC നെറ്റ്വർക്ക് വിത്ത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. 2 RC വിത്ത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രാക്ടിക്കലി അൺസ്റ്റേബിൾ.
സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 RC നെറ്റ്വർക്ക് എന്നാണ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Then coming to the next question, recording of amplitude and phase of light on a film is എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആൻസർ ആണ്. സോ ഇതിൽ ഓപ്ഷൻ സി ഹോളോഗ്രാഫി ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്രാക്ഷൻ പാറ്റേൺ കനോട്ട് ബി ഒബ്സർവ്ഡ് വിത്ത്. ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടാത്ത ഏത് കണ്ടീഷനാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നാണ് ചോദിച്ചത്. 1 wide slit. ഓപ്ഷൻ ഡി ഈസ് ദ 1 wide slit എന്നുള്ളതാണ് ആൻസർ. ആ സമയത്താണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യാത്തത്. Then coming to the next question, diffraction pattern is obtained using a beam of red light if blue light is used. So diffraction pattern beam red light ഉപയോഗിച്ചപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക? So no change, band becomes broader, bands disappears, bands become narrower and crowded together എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാൻഡ്സ് ബിക്കം നാരോവർ ആൻഡ് ക്രൗഡഡ് ടുഗദർ എന്നാണ് നമ്മൾ ബ്ലൂ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസർ. സോ ഹിയർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് +2 വേവ് ഒപ്റ്റിക്സ് വേവ് ഒപ്റ്റിക്സിലെ ഡിഫ്രാക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് β=λd/d എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ റെഡും ബ്ലൂവും തമ്മിലുള്ള വേവ് ലെങ്ത് ഡിഫറൻസ്, റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 600 നാനോമീറ്റർ ആണ്, ബ്ലൂവിൻ്റെത് 400 നാനോമീറ്റർ ആണ്. So when we use blue light instead of red, the value of beta decreases. That means fringe width decreases. Pattern become narrower and crowded together ആകുകയും ചെയ്യും ഈ ഒരു ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. സോ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് പറയാവുന്നതാണ്. β = λD/d. സോ ബീറ്റയുടെ വാല്യൂ കുറയുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ പാറ്റേൺ നാരോവർ ആവുകയും ക്രൗഡഡ് ആവുകയും ചെയ്യുന്നത്, ബാൻഡ്സ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് +2 വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഡിഫ്രാക്ഷൻ എന്ന സെക്ഷനിൽ നിന്നാണ്. സോ നമ്മൾ +2 ബേസ് ചെയ്തിട്ടുള്ള കുറേ ഭാഗങ്ങൾ, കുറേ ഇക്വേഷൻസും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ മെറ്റീരിയൽസ് ഹാവ് ഡാഷ് പ്രോപ്പർട്ടി. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമാഗ്നറ്റിക് ആണ്. ബിക്കോസ് എല്ലാ മെറ്റീരിയൽസിനും ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സോ നമ്മൾ വെൻ വി അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവാണ് ബാക്കിയുള്ള മാഗ്നറ്റിസിലൊക്കെ ഉള്ളത്. ഫെറി മാഗ്നറ്റിലായാലും ഫെറോ മാഗ്നറ്റിലായാലും പാരാമാഗ്നറ്റിലായാലും അതിനെ ഈ മാഗ്നറ്റിക് എഫക്റ്റിനെ ഓപ്പോസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള മെറ്റീരിയൽസിൽ ഈ ഡയാമാഗ്നറ്റിക് എഫക്റ്റ് പ്രോപ്പറായി കാണാത്തത്. സോ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഓൾ മെറ്റീരിയൽസ് ഹാവ് ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ദാറ്റ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാ മെറ്റീരിയൽസിലും ഉണ്ട്. സോ ആ ഒരു മെറ്റീരിയലിൻ്റെ ടെൻഡൻസി വളരെ വീക്കായിട്ട് വരുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് മെറ്റീരിയൽ ഫെറി മാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് ഒക്കെ പെട്ടെന്ന് മാഗ്നറ്റിക് ആകുന്നത്. സോ എല്ലാ മെറ്റീരിയലിനും ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പം ആദ്യം അത് റിപ്പൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഇയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡയാമാഗ്നറ്റിക്. Then coming to the next question, the effective mass of an electron at the low position of E-k curve is. So ഇതിൽ നമുക്ക് the curvature of graph at a minimum point is a positive quantity and the curvature of graph at a maximum point is negative quantity. അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. Because particles sitting near the minimum have positive effective mass, that is electron, and particles sitting near to the valence band maximum have a negative effective mass, അതായത് ഹോൾസ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഗ്രാഫ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം പൊസിഷനിൽ വരുന്ന ഇലക്ട്രോണാണ്, അതിൻ്റെ എഫക്റ്റീവ് മാസ് പോസിറ്റീവും. അതുപോലെ തന്നെ ഹോൾസ് വാലൻസ് ബാൻഡിൻ്റെ മാക്സിമം പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ എഫക്റ്റീവ് മാസ് നെഗറ്റീവുമാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഫക്റ്റീവ് മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ആണ്. സോ അത് ഞാൻ പറഞ്ഞതുപോലെ അത് പോസിറ്റീവ് ആയിരിക്കും, അത് വിച്ച് ഇസ് സിറ്റിംഗ് നിയർ ദ മിനിമം ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ്. സോ ദ ആൻസർ ഈസ് പോസിറ്റീവ്. ഓപ്ഷൻ ഡി, പോസിറ്റീവ്, ഇസ് ദ ആൻസർ.
Okay, then coming to the next question, the tendency of charge carriers to be deflected laterally perpendicular to both the direction of current and magnetic field in a specimen is called. So ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഹോൾ എഫക്റ്റ് പഠിക്കുന്ന സമയത്ത് വരുന്ന ഡയറക്റ്റ് ഡെഫിനിഷൻ തന്നെയാണിത്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഹോൾ എഫക്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് മൊമെൻറ്റം ഓപ്പറേറ്റർ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് എല്ലാവരും കാണുക. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൊമെൻറ്റം ഓപ്പറേറ്റർ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെയാണെന്ന്. മൊമെൻറ്റം സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ നമ്മൾ പഠിക്കുന്ന മൊമെൻറ്റം ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പൊസിഷൻ ഓപ്പറേറ്റർ ഒക്കെ ഉണ്ട്. പൊസിഷൻ ഓപ്പറേറ്റർ എക്സ് ഈക്വൽ ടു എക്സും, അതുപോലെ മൊമെൻറ്റം ഓപ്പറേറ്റർ -IH×∂x ആണ്. അത് സ്പേസ് ഏതാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക. മൊമെൻറ്റം സ്പേസിലാണെങ്കിൽ നമ്മുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. മൊമെൻറ്റം സ്പേസിലാണെങ്കിൽ മൊമെൻറ്റം ഓപ്പറേറ്റർ പി ആണ്. അതുപോലെ തന്നെ പൊസിഷൻ ഓപ്പറേറ്റർ എക്സ് എന്ന് പറയുന്നത് അതുപോലെ IH×∂P എന്നൊക്കെയാണ് വരുന്നത്. അത് ആ ഒരു രീതിയിലുള്ള ഭാഗങ്ങൾ എന്തായാലും കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക. സോ എക്സ് ഈക്വൽ ടു IH×∂P ഇൻ മൊമെൻറ്റം സ്പേസ്, അതുപോലെ പി ഈക്വൽ ടു പി തന്നെയാണ്. അപ്പോൾ സ്പേസ് ഏതാണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി -IH×∂x എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് ഗിവ്സ് വൈ പ്ലസ് ഹീലിയം. സോ ഇതിൽ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഏത് DK ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന പാരൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ സെഡ് ആണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ അറ്റോമിക് നമ്പർ Z-2 2 കുറയുന്നു, അറ്റോമിക് നമ്പർ റെഡ്യൂസസ് ബൈ 2, അതുപോലെ തന്നെ മാസ് നമ്പർ റെഡ്യൂസസ് ബൈ 4. സോ ഇത് എന്ന് പറയുന്നത് ആൽഫ DK റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സോ അതുപോലെ തന്നെ ബീറ്റ DK എന്ന് പറയുമ്പം എങ്ങനെയാണ് പ്രൊഡക്റ്റ് മാറുന്നത്, അതിൻ്റെ അറ്റോമിക് നമ്പറിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ മാസ് നമ്പർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ ഗാമ DK എങ്ങനെയാണ് ഉണ്ടാവുക, പാരൻറ്റും പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവരും നോക്കുക, അത് റെഫർ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു മീൻസ് ഈ ക്വസ്റ്റ്യൻ വായിച്ച് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയല്ല, പകരം ഇതിൻ്റെ ആൽഫ DKയും ബീറ്റ DKയും ഗാമ DKയും എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ. Okay, then coming to the next question, 3.7 into 10⁻10 disintegration per second is the radioactivity is. So radioactivity യൂണിറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റേഡിയോ ആക്ടിവിറ്റി നമ്മൾ 1 ക്യൂറി പറയാറുണ്ട്, അതുപോലെ തന്നെ ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡും ബെക്കുറൽ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്യൂറിയാണ് ഇതിൻ്റെ ആൻസർ. അതായത് 1 ക്യൂറി ഈസ് ഈക്വൽ ടു 3.7 into 10⁻10 റേഡിയോ ആക്റ്റീവ് ഡീക്കേസ് പെർ സെക്കൻഡ് എന്നാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് എന്ന് പറയാം. ഈ ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡിനെയാണ് നമ്മൾ ബെക്കുറൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. Then coming to the next question, in breeder reactor power is produced due to the fission by. So എന്താണ് ബ്രീഡർ റിയാക്ടർ? സോ ബ്രീഡർ റിയാക്ടർ ഈസ് ദാറ്റ് which is not only generate power but also produces more fuel on its own than it consumes. സോ അത് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീഡർ റിയാക്ടറിൽ ഫിഷൻ ബൈ ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ് ബ്രീഡർ റിയാക്ടർ അതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫാസ്റ്റ് ന്യൂട്രോൺസ് എന്നാണ്. സോ ഓർക്കുക, ബ്രീഡർ റിയാക്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ബ്രീഡർ റിയാക്ടർ എന്ന് നോക്കുക. അത് വിച്ച് ജനറേറ്റ്സ് പവർ, അതുപോലെ മീൻസ് അതിൻ്റെ കൂടെ തന്നെ വിച്ച് പ്രൊഡ്യൂസസ് മോർ ഫ്യൂവൽ ദാൻ ഇറ്റ് കൺസ്യൂംസ്. അത് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബ്രീഡർ റിയാക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതിൽ പവർ ഉണ്ടാവുന്നത് ഫിഷൻ ബൈ ഫാസ്റ്റ് ന്യൂട്രോൺസ്.
ഫിഷനാണ്, ന്യൂക്ലിയർ ഫിഷനാണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. So coming to the next question, which of the following transition in a hydrogen atom emits a photon of highest frequency? സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 1/λ is equal to r into 1/n1² minus 1/n2² എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ്, ട്രാൻസിഷനൊക്കെ പഠിക്കുമ്പം. അതുപോലെ തന്നെ വേവ് നമ്പർ ന്യൂ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 1/λ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ഒക്കെ ഉള്ള ഒരു ഫോർമുലയാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. സോ ഇതിൽ ഏത് എനർജി വാല്യൂ ആണ്, മീൻസ് ഫ്രീക്വൻസി വാല്യൂ ആണ് നമുക്ക് ഏത് വാല്യൂ ആണ് നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി കിട്ടുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പം നമ്മുടെ ഈ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ റിഡ്ബർഗ് കോൺസ്റ്റന്റ് r into 1/n1² minus 1/n2² എന്നുള്ളത് ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഈ വാല്യൂ 1/n1² minus 1/n2² എന്നുള്ള വാല്യൂ ഹയസ്റ്റ് വരുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതായത് ഫസ്റ്റ് 1 minus 1/4 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതായത് 1/n1² minus 1/n2² എന്നുള്ള വാല്യൂ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് 1 minus 1/4 ആണ് ഒന്നാമത്തെ കേസിൽ വരുന്നത്. രണ്ടാമത്തത് 1/16 minus 1/25, പിന്നെ 1/16 minus 1/36 അങ്ങനെയൊക്കെയാണ്. സോ ആ ഫ്രാക്ഷൻ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആൻസർ ഓപ്ഷൻ എ ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് n equal to 2 to n equal to 1 ട്രാൻസിഷൻ ആണ്. അതായത് ഫസ്റ്റ് എനർജി മീൻസ് എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷനെയാണ് പറയുന്നത്. ഇത് നമുക്ക് ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ഈ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ ഒരു എനർജിയാണ് ഹയസ്റ്റ്, പിന്നെ അങ്ങോട്ട് എനർജി കുറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ. So n equal to 2 to n equal to 1 is the answer. Option A is the answer. Then coming to the next question, if 10% of the radioactive metal decays in 5 days, the amount of original material left after 20 days. So ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകെ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ്. സോ ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ മീൻസ് എല്ലാവർക്കും വരാം. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ട് തരം ഡീകെ നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ റേഷ്യോ ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ ലോഗൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്നതാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ആൻസർ കിട്ടുന്നതെന്ന് പറയുന്നത് 65% ആണ്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ടവർ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ മീൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. സോ വി ഹാവ് ടു കംപ്ലീറ്റ് അതർ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അത് അവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നത് 65% ആണ്. So then coming to the next question, the Lagrange's equation for simple pendulum. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ലെജൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, θ_. plus g/l sin θ is equal to 0 ആണ് ഇക്വേഷൻ. So then coming to our last question, Lagrangian has a dimension of. Lagrangian dimension എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Lagrangian is equal to T minus V. T kinetic energy, V potential energy ആണ്. So Lagrangian is an energy. So dimension എനർജിയുടെ ഡയമെൻഷൻ ആയിരിക്കും. So option D is the answer. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ 21 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഉടൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ HST ഫിസിക്സ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ VHSE ഫിസിക്സ് എക്സാം പ്രിപ്പറേഷനും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നമ്മൾ അവിടെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും അധികമായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. എസ്പെഷ്യലി സയൻറ്റിഫിക് ഓഫീസറിനെ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ എക്സ്പ്ലനേഷനും നോക്കുക. വളരെ സിമ്പിളായിട്ട് ഇപ്പം ഈ 39ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയുമ്പം തന്നെ റേഡിയോ ആക്ടിവിറ്റിയുടെ കേസിലുള്ള വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയി, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളതല്ല, കുറച്ചുകൂടി
കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നമ്മുടെ PSC യിലും ഇനി ചോദിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. സോ 70 ക്വസ്റ്റ്യൻസ് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള 70 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ലിസ്റ്റിൽ വരാൻ സാധ്യത എന്നുള്ളത് ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. All the best and thank you for watching the video.